ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചു ദ പൊട്ടക്കി. ഗായ്സ് ഇന്ന് നമ്മൾ അഞ്ചാമത്തെ വ്ളോഗാണ് ഗായ്സ്. നമ്മൾ 2 ദിവസം നമ്മൾ വ്ളോഗ് എടുത്തില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി കുളിച്ച് സെറ്റായി നമുക്ക് പോയി പൂക്കളിടാം. നമ്മളപ്പം കുളിച്ച് സെറ്റാക്കിയിട്ട് വഴി കൂടെ നടക്കുവാണ് ഗായ്സ്. പൂവൊക്കെ നോക്കി നമുക്ക് പൂ കണ്ടുപിടിക്കാം ഗായ്സ്. ഇത്രയും പൂ ഇട്ടിട്ടുണ്ട്, നമുക്കിത് പിച്ചാൻ ഗായ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗായ്സ്. കണ്ടോ ഗായ്സ്, കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ വല്ല പൂവുണ്ടോ എന്ന് നോക്കാം ഗൈസ്. നമ്മൾ ശംഖുപുഷ്പം പിച്ചുവാണ് ഗൈസ്. ഗൈസ് നമുക്ക് ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട് ശംഖുപുഷ്പം. ഇനി നമുക്ക് വെള്ളം കൂടെ പിച്ചാം. ഇത്രയും ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് വരയ്ക്കാം ഗൈസ്. അപ്പം നമ്മൾ വരയ്ക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പം നമ്മൾ കളം വരച്ച് തീർന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി വാഴയില വെച്ച് സെറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ്, നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ നമ്മൾ വാഴയില വെച്ച് ചെയ്യുന്നതാണ് ഗൈസ്. പക്ഷേ നമുക്ക് വാഴയില വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഉപ്പ് വെച്ച് ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഉപ്പ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. അപ്പം ഇനി ഇതിനകത്തോട്ട് ഓരോ പൂക്കളായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ കോഴിവാലം ചെടി വെച്ചേക്കുവാണ്. ഇനി നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് മഞ്ഞപ്പാലപ്പൂവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പാലപ്പൂ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളപ്പാലപ്പൂവാണ് ഗൈസ് വെക്കാൻ പോകുന്നത്. നമ്മളപ്പം വെള്ളപ്പാലപ്പൂ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളടുത്ത നീല ശംഖുപുഷ്പമാണ് ഗൈസ് വെക്കുന്നത്. ഇനി അത് വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ കുറച്ച് നീല ശംഖുപുഷ്പം കൂടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ കുറച്ച് അലങ്കാര പരിപാടികളുണ്ടെങ്കിൽ നമ്മളെ പൂക്കളം സെറ്റാവും. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് ഗൈസ് നമ്മളെ പൂക്കളത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഗൈസ്. നിങ്ങൾ ഞെട്ടിപ്പോയോ ഗൈസ്? ഞാനും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയി. കാരണം നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റാറാണ്, ഇപ്പോൾ അതൊരു വട്ടാകൃതിയിലായിട്ടുണ്ട്. അപ്പം ഗൈസ് ഈ പൂക്കൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഗൈസ് ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.